ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ അസസ്മെൻറ്റ് പ്രൊസീജിയർ ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, ദർ ഈസ് നോ എനി പെർട്ടിക്കുലർ ഡെഫിനിഷൻ ഫോർ ദി അസസ്മെൻറ്റ് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എവിടെയും അസസ്മെൻറ്റ് എന്നുള്ള ടേമിന് കൃത്യമായ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല. എന്നാൽ അസസ്മെൻറ്റ് എന്നുള്ള ഈ ടേമിന് പല സ്ഥലങ്ങളിലും പല മീനിങ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില സമയങ്ങളിൽ അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ആണ്. മറ്റു ചില സമയങ്ങളിൽ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് പേയബിൾ, ടാക്സിൻ്റെ എമൗണ്ട് തീരുമാനിക്കുക എന്നുള്ളതാണ്. മറ്റു ചില സ്ഥലങ്ങളിൽ ഓൾ പ്രൊസീജിയർ ഓഫ് ഇമ്പോസിങ് ലയബിലിറ്റി ഓൺ ടാക്സ് പേയർ, ഒരു ടാക്സ് പേയറിൽ, ഒരു അസസ്സിയിൽ ടാക്സ് ലയബിലിറ്റി ഇമ്പോസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മൊത്തം പ്രൊസീജിയറിനെയാണ് അസസ്മെൻ്റ് എന്ന് പറയുക. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു മീനിങ് ഇല്ലാതെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഈ അസസ്മെൻ്റ് എന്ന് പറയുന്ന വാക്കിനെ ഉപയോഗിച്ചിട്ടുള്ളത്. എനിവേ, വി ക്യാൻ സേ ദർ ആർ 3 steps ഇൻ അസസ്മെൻ്റ് പ്രൊസീജിയർ. അസസ്മെൻ്റ് പ്രൊസീജിയറിനകത്ത് 3 സ്റ്റെപ്പുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം. ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പേയബിൾ ഓൺ സച്ച് ഇൻകം. ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത ശേഷം അതിന് എത്ര എമൗണ്ട് ടാക്സ് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്താണ്? സെർവിങ് ഓഫ് നോട്ടീസ് ഓഫ് ഡിമാൻഡ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം. കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ ഒരു ടാക്സ് പേയർക്ക് നോട്ടീസ് ഓഫ് ഡിമാൻഡ് അയക്കുക. ടാക്സിൻ്റെ എമൗണ്ട് അടക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടും മറ്റുമൊക്കെയുള്ള ഡിമാൻഡ് നോട്ടീസ് അയക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രൊസീജിയർ. ഓക്കെ, ഇനി നമുക്ക് ഈ അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുന്നത്. എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ? ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു അസസ്സിയുടെ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ടാക്സബിൾ ഇൻകം എത്രയാണ്, അതിന് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന ടാക്സ് ലയബിലിറ്റി എത്രയാണ്, എത്ര എമൗണ്ട് ഇതിനോടകം അസസ്സി ടാക്സ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, എത്ര എമൗണ്ട് ഇനി അസസ്സി ടാക്സ് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ റീഫണ്ട് ഇങ്ങോട്ട് കിട്ടാനുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫയൽ ചെയ്യുക എന്നുള്ളത് ഒരു അസസ്സിയുടെ ലീഗലായിട്ടുള്ള ഒബ്ലിഗേഷനാണ്. നമുക്ക് റിട്ടേണുമായി ബന്ധപ്പെട്ട് ഒന്നാമത് സെക്ഷൻ 139 സബ്സെക്ഷൻ 1 എന്ന സെക്ഷനകത്ത് വളണ്ടറി റിട്ടേൺ ഓഫ് ഇൻകം. ചില അസസീസ് അവർ വളണ്ടറി ആയിട്ട് സ്വമേധയാ ഇൻകം ടാക്സ് റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫർണിഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിലൊന്നാണ് റിട്ടേൺ ബൈ അൻ ഇൻഡിവിജ്വൽ HUF, AOP, BOI ഓർ ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. ഇൻഡിവിജ്വൽ, HUF, AOP, BOI, ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ തുടങ്ങിയിട്ടുള്ള പേഴ്സൺസ് അവരുടെ ഇൻകം സെക്ഷൻ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകം മിനിമം എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പേഴ്സൺസ് വളണ്ടറി ആയിട്ട് സെക്ഷൻ 139 സബ്സെക്ഷൻ 1 അനുസരിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ വളണ്ടറി ആയിട്ട് ഫയൽ ചെയ്യണം. റിട്ടേൺ ബൈ എ കമ്പനി ഓർ ഫേം ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഓർ ലോസ് ഇൻ എവരി പ്രീവിയസ് ഇയർ. അതുപോലെ തന്നെ കമ്പനിയും ഫേമുമാണെങ്കിൽ അവരുടെ ഇൻകവും ലോസുമായി ബന്ധപ്പെട്ടുള്ള റിട്ടേൺ അവരും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വളണ്ടറി ആയിട്ട് ഫയൽ ചെയ്യേണ്ടതുണ്ട്. റിട്ടേൺ ഓൺ ബിഹാഫ് ഓഫ് എ ചാരിറ്റബിൾ ട്രസ്റ്റ് ആസ് പെർ സെക്ഷൻ 139 സബ്സെക്ഷൻ 4A. ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ റിട്ടേൺ ആ ട്രസ്റ്റിന് വേണ്ടി ആ ട്രസ്റ്റി അതല്ലെങ്കിൽ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന
ആള് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫർണിഷ് ചെയ്യേണ്ടതുണ്ട്. റിട്ടേൺ ഓൺ ബിഹാഫ് ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി, സെക്ഷൻ 139 സബ്സെക്ഷൻ 4B. പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കേസിലാണെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് യൂണിറ്റ് റിട്ടേൺ 139 സബ്സെക്ഷൻ 4B എന്നുള്ള സെക്ഷൻ പ്രകാരം ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫർണിഷ് ചെയ്യേണ്ടതുണ്ട്. റിട്ടേൺ ബൈ അതർ പേഴ്സൺസ്, മറ്റു ചില പേഴ്സൺസ് ഫയലിൻ്റെ റിട്ടേൺ ആണ് സെക്ഷൻ 139 സബ്സെക്ഷൻ 4C പറയുന്നത്. റിസർച്ച് അസോസിയേഷൻസ്, ന്യൂസ് ഏജൻസീസ്, മ്യൂച്വൽ ഫണ്ട് എക്സെട്ര ഇങ്ങനെയൊക്കെയുള്ള പേഴ്സൺസ് 139 സബ്സെക്ഷൻ 4C അനുസരിച്ച് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഈ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്നാണ്. എന്നാൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് സാധാരണഗതിയിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഒരു കമ്പനി അസസി ആണെങ്കിൽ, ഒരു കോർപ്പറേറ്റ് അസസി ആണെങ്കിൽ 31 ഒക്ടോബർ ഓഫ് അസസ്മെൻറ്റ് ഇയർ, അസസ്മെൻറ്റ് ഇയറിലെ ഒക്ടോബർ 31 അതിനുള്ളിലോ ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. എന്ന് പറഞ്ഞാൽ 2019-20 ഫിനാൻഷ്യൽ ഇയറിൽ, 2019-20 പ്രീവിയസ് ഇയറിൽ ഒരു കമ്പനിക്ക് ഇൻകം ഉണ്ടെങ്കിൽ ആ കമ്പനി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്നാണ് 2020 ഒക്ടോബർ 31 All non-corporate persons and working partners of a firm whose accounts are to be audited. ഇനി കമ്പനി അല്ലാത്ത മറ്റു പേഴ്സൺസ്, വർക്കിംഗ് പാർട്ട്നേഴ്സും ഉൾപ്പെടെയുള്ള പേഴ്സൺസ്, അതല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് നിർബന്ധമായിട്ടുള്ള നോൺ കോർപ്പറേറ്റ് പേഴ്സൺസിൻ്റെ കേസിലാകുമ്പോൾ അവരും റിട്ടേൺ ഫയൽ ഡ്യൂ ഡേറ്റ് 31 ഒക്ടോബർ ഓഫ് അസസ്മെൻറ്റ് ഇയർ ആണ്. ആ അസസ്മെൻറ്റ് ഇയറിലെ ഒക്ടോബർ 31 അതിനുള്ളിലോ ആയിട്ട് നോൺ കോർപ്പറേറ്റ് പേഴ്സൺസ്, അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ആവശ്യമുള്ള പേഴ്സൺസ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഓൾ അതർ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ കമ്പനി അല്ലാത്ത, അതുപോലെ തന്നെ അക്കൗണ്ട് ഓഡിറ്റിംഗ് നിർബന്ധമല്ലാത്ത പേഴ്സൺസ് ആണെങ്കിൽ അവരുടെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 31 ജൂലൈ ഓഫ് അസസ്മെൻറ്റ് ഇയർ ആണ്. സാധാരണ നമ്മൾ ഇൻഡിവിജ്വലൊക്കെ ഉൾപ്പെടെയുള്ള അസസീസിൻ്റെ റിട്ടേൺ ഫയൽ ഡേറ്റ് 31 ജൂലൈ ഓഫ് അസസ്മെൻറ്റ് ഇയർ ആണ്. കമ്പനി ആൻഡ് നോൺ കോർപ്പറേറ്റ് പേഴ്സൺസ് ഹാവിംഗ് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ്. ഇനി കമ്പനികളും അതുപോലെ തന്നെ കമ്പനികളല്ലാത്ത മറ്റു പേഴ്സൺസും അവർക്ക് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് കൂടെ ഉണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 30th നവംബർ ഓഫ് അസസ്മെൻറ്റ് ഇയർ, അസസ്മെൻറ്റ് ഇയറിലെ നവംബർ 30 അതിനുള്ളിലോ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ യൂഷ്വലായിട്ട് ഇങ്ങനെയാണ് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയൽ റിട്ടേൺ വരാറുള്ളത്. പക്ഷെ നമ്മുടെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 2019-20 വർഷത്തേക്കുള്ള എല്ലാ റിട്ടേണുകളും, അത് ഏത് പേഴ്സൺ ആണെങ്കിലും, കമ്പനിയോ നോൺ കോർപ്പറേറ്റോ ഓഡിറ്റിംഗ് ആവശ്യമുള്ളവരോ ഇല്ലാത്തവരോ എല്ലാ രീതിയിലുള്ള പേഴ്സൺസിനും ഡ്യൂ ഡേറ്റ് കോവിഡിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ വെച്ചിട്ടുള്ളത് നവംബർ 30 ആണ്. നവംബർ 30 എല്ലാ റിട്ടേണും ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ 2019-20 വർഷം ഇൻകമുള്ള എല്ലാ പേഴ്സൺസും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 30th നവംബർ 2020 ആണ്. 2020 നവംബർ 30 അതിനുള്ളിലോ ആണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് റിട്ടേൺ ഓഫ് ലോസ് ആണ്. സെക്ഷൻ 139 സബ്സെക്ഷൻ 3. If any person has sustained loss under profits and gains of business or profession from speculative, non-speculative and specified businesses, capital gains or owning and maintaining of race horses, a return of loss should be filed by due date to carry forward it. നമ്മൾ ഇൻകത്തിന് റിട്ടേൺ കൊടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ലോസിനും റിട്ടേൺ കൊടുക്കേണ്ടതുണ്ട്. സെക്ഷൻ 139 സബ്സെക്ഷൻ 3 പറയുന്നത് ഒരു അസസിക്ക് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിലോ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന ഹെഡിലോ ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് റേസ് ഹോഴ്സസ് എന്ന ഐറ്റവുമായി ബന്ധപ്പെട്ടുള്ള ലോസോ ഉണ്ടെങ്കിൽ, അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് ആവാം,
നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് ആവാം, സ്പെസിഫൈഡ് ബിസിനസ് ലോസ് ആവാം, അതുപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ലോസോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസോ ആവാം, ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് റേസ് ഹോഴ്സസ് ആവാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും ലോസ് ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? എ റിട്ടേൺ ഓഫ് ലോസ് ഷുഡ് ബി ഫയൽഡ് ബൈ ഡ്യൂ ഡേറ്റ് ടു ക്യാരി ഫോർവേഡ് ഇറ്റ്. നമ്മൾ ഈ ലോസുകളുടെയൊക്കെ പ്രത്യേകത നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസിന്റെ ലോസ് ഒഴികെ ബാക്കി ലോസ് ഒക്കെ എന്ത് ചെയ്യേണ്ടതാണ്? മറ്റ് ഹെഡിലൊന്നും സെറ്റ് ഓഫ് ചെയ്യാനാവാതെ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്തരം ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായും ലോസ് റിട്ടേൺ ഫയൽ ചെയ്യണം. ലോസുമായി ബന്ധപ്പെട്ട റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം ലോസുകളെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. However, loss from house property, unabsorbed depreciation, unabsorbed capital expenses on scientific research, and unabsorbed capital expenses on family planning can be carried forward and set off even return has not been filed. എന്നാൽ മറ്റു ചില ലോസുകൾ, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതുപോലെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട്, അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച്, അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ഫാമിലി പ്ലാനിംഗ് തുടങ്ങിയിട്ടുള്ള ലോസും അതുപോലെ തന്നെ അൺഅബ്സോർബ്ഡ് എമൗണ്ടും ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. റിട്ടേൺ ഫയൽ ചെയ്യാതെ തന്നെ ഇത്തരം ലോസുകളെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ ലോസസിനെ ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ലോസുമായി ബന്ധപ്പെട്ട റിട്ടേൺ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 139 സബ്സെക്ഷൻ ഫോർ ബിലേറ്റഡ് റിട്ടേൺ ആണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബിലേറ്റഡ് അല്ലെ, വൈകി കൊടുക്കുന്ന റിട്ടേൺ ആണ്. എ പേഴ്സൺ ഫെയിൽഡ് ടു ഫർണിഷ് റിട്ടേൺ ഓഫ് ഇൻകം വിത്തിൻ ദി അലൗഡ് ടൈം മേ ഫർണിഷ് റിട്ടേൺ ഫോർ എനി പ്രീവിയസ് ഇയർ അറ്റ് എനി ടൈം ബിഫോർ ദി എൻഡ് ഓഫ് റിലവന്റ് അസസ്മെന്റ് ഇയർ ഓർ ബിഫോർ കംപ്ലീഷൻ ഓഫ് അസസ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഇനി ഒരു അസസി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ, അസസിക്ക് അനുവദിച്ച ഡ്യൂ ഡേറ്റ് ഉണ്ട് അല്ലേ, ആ ഡ്യൂ ഡേറ്റിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അത് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ അസസിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ ഡേറ്റിന് ശേഷവും റിട്ടേൺ ഫയൽ ചെയ്യാം. ഇതുവരെ അറ്റ് എനി ടൈം ബിഫോർ ദി എൻഡ് ഓഫ് റിലവന്റ് അസസ്മെന്റ് ഇയർ ഓർ ബിഫോർ കംപ്ലീഷൻ ഓഫ് അസസ്മെന്റ് ഇയർ. ആ അസസ്മെന്റ് ഇയർ അവസാനിക്കുന്ന ഡേറ്റിനുള്ളിൽ, ഇപ്പോൾ 2019-20 വർഷത്തേക്കുള്ള റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 2020-21 വർഷമാണ്. അപ്പോൾ 2020-21 വർഷം അവസാനിക്കുന്ന അല്ലെ എന്ന് പറയുമ്പോൾ 2021 മാർച്ച് 31 ഏത് സമയത്തും വേണമെങ്കിൽ അത് റിട്ടേൺ ഫയൽ ചെയ്യാം. അല്ലെങ്കിൽ ബിഫോർ കംപ്ലീഷൻ ഓഫ് അസസ്മെന്റ്, അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ഡേറ്റിനുള്ളിൽ. ഈ ഡേറ്റ് ഓഫ് അസസ്മെന്റ് കംപ്ലീഷൻ എന്ന് പറയുന്നത് ഒരു കൃത്യമായ ഡേറ്റ് ഒന്നും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നില്ല. മറിച്ച് ഒരു അസസ്മെന്റ് ഇയറിലേക്കുള്ള റിട്ടേൺ ഫയൽ ചെയ്താൽ അതിൻ്റെ അസസ്മെന്റ് പൂർത്തിയാക്കേണ്ടത് ആ അസസ്മെന്റ് ഇയർ അവസാനിച്ച ശേഷമുള്ള ഒരു വർഷത്തിനുള്ളിലാണ്. അപ്പോൾ 2019-20 വർഷത്തേക്കുള്ള റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ വർഷത്തേക്കുള്ള റിട്ടേണിന്റെ അതല്ലെങ്കിൽ ഇൻകത്തിന്റെ അസസ്മെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് 2021 മാർച്ച് 31 കഴിഞ്ഞ ശേഷമുള്ള ഒരു വർഷത്തിനുള്ളിൽ. പരമാവധി സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ് പ്രൊവിഷൻ. അപ്പോൾ ആ ഒന്നുകിൽ ഈ കംപ്ലീഷൻ ഓഫ് അസസ്മെന്റിനുള്ളിൽ, അതല്ലെങ്കിൽ അസസ്മെന്റ് ഇയറിന്റെ എൻഡ് അല്ലെ, അതിന്റെ ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ, ഇതിൽ ഏതെങ്കിലും ഒരു സമയത്തുള്ളിൽ ഏത് ആദ്യം സംഭവിക്കുന്നോ ആ സമയത്തുള്ളിൽ എന്ത് ചെയ്യണം? ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി ഇങ്ങനെ ബിലേറ്റഡ് റിട്ടേൺ കൊടുത്താലുള്ള കോൺസിക്വൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, liable to pay interest at 1% per month under section 234A. സെക്ഷൻ 234A അനുസരിച്ച് ഈ ഡിലേ വരുന്ന സമയത്തേക്ക് ഉള്ള ടാക്സ് എമൗണ്ടിന് 1% ഒരു മാസത്തേക്ക് എന്ന രീതിയിൽ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഡിസ്കസ് ചെയ്യും 234A എന്ന് പറഞ്ഞ സെക്ഷൻ എന്താണെന്നുള്ളത്. ഫീ ഫോർ ഡീഫോൾട്ട് ഇൻ ഫർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം അണ്ടർ സെക്ഷൻ 234F. അതുപോലെ തന്നെ ഡീഫോൾട്ട് ഫീസായിട്ട് 234F എന്ന സെക്ഷൻ പ്രകാരമുള്ള ഫീസിന്റെ എമൗണ്ടും അതിനകത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80IA, 80IB, 80IBA, 80IC, 80ID ആൻഡ് 80IE ഷാൾ നോട്ട് ബി അവൈലബിൾ.
ആ അസസിക്ക് ഈ പറയുന്ന സെക്ഷൻസ് പ്രകാരമുള്ള ഡിഡക്ഷൻസിൻ്റെ എമൗണ്ട് ക്ലെയിം ചെയ്യാനും കഴിയില്ല. അപ്പോൾ ഇങ്ങനെ 3 കോൺസിക്വൻസസ് ആണ് റിട്ടേൺ സമയത്ത് ഫയൽ ചെയ്യാതിരുന്നാൽ ലേറ്റ് ആയിക്കൊണ്ട് ബിലേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് സംഭവിക്കാവുന്ന കാര്യങ്ങൾ. അതാണ് 139 സബ്സെക്ഷൻ 4 പറയുന്നത്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഫോർ ഡീഫോൾട്ട് ഇൻ ഫർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം. നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻ 234A എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ, കൃത്യസമയത്തിൽ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ആണ് സെക്ഷൻ 234A പറയുന്നത്. If return of income for any assessment under section 139 subsection 1, 139 subsection 4 or in response to a notice under section 142 subsection 1 is furnished after due date or is not furnished, assessees shall be liable to pay simple interest at 1% for every month or part thereof for a period from due date to ഡേറ്റ് ഓഫ് ഫർണിഷിംഗ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അസസി സെക്ഷൻ 139 സബ്സെക്ഷൻ 1 അനുസരിച്ച് വളണ്ടറി റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്നു, അതല്ലെങ്കിൽ സെക്ഷൻ 142 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള ആ നോട്ടീസിന് റെസ്പോൺസ് ആയിട്ട് റിട്ടേൺ ഫയൽ ചെയ്തു. ഇങ്ങനെ 139 സബ്സെക്ഷൻ 1 139 സബ്സെക്ഷൻ 4 142 സബ്സെക്ഷൻ 1 ഇതിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യുന്നു. പക്ഷെ അതെന്താണ്? ആഫ്റ്റർ ഡ്യൂ ഡേറ്റ്, ഡ്യൂ ഡേറ്റിന് ശേഷമാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അതല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നേ ഇല്ല. ഒന്നെങ്കിൽ ഡ്യൂ ഡേറ്റിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല, ഡ്യൂ ഡേറ്റിന് ശേഷമാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, അതല്ലെങ്കിൽ റിട്ടേൺ തീരെ ഫയൽ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള അസസി എന്ത് ചെയ്യണം? ഈ എത്ര എമൗണ്ട് ആണോ ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കാനുള്ള എമൗണ്ട് എങ്കിൽ ആ ടാക്സിൻ്റെ മുകളിൽ ഈ ഡ്യൂ ഡേറ്റ് മുതൽ എന്ന് അസസി ഈ ടാക്സ് കൊടുക്കുന്നുണ്ടോ അതുവരേക്കുള്ള സമയത്തേക്ക് ഓരോ മാസത്തേക്കും 1% വീതം പാർട്ടായിട്ട് വരുന്ന മാസങ്ങളെ മുഴുവൻ മാസമായി കണക്കാക്കണം. ഇപ്പോൾ ഒരു മാസവും 5 ദിവസം വരികയാണെങ്കിലും 2 മാസമായിട്ട് എടുക്കണമെന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെയുള്ള എവരി മന്ത് ആൻഡ് പാർട്ട് ദെയർ ഓഫ്, അങ്ങനെ ഓരോ മാസത്തേക്കും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മാസങ്ങളിലേക്കും 1% എന്ന രീതിയിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. എന്ന് മുതലാണ്? റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് എന്നായിരുന്നോ അത് മുതൽ എന്ന് റിട്ടേൺ ഫയൽ ചെയ്യുന്നു അതുവരെയുള്ള സമയത്തേക്കാണ്. റിട്ടേൺ ഫയൽ ചെയ്യുന്നേ ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഷാൾ ബി ചാർജ്ഡ് ടിൽ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് അണ്ടർ സെക്ഷൻ 144. ഒരു അസസിക്ക് ടാക്സബിൾ ഇൻകം ഉണ്ടായിട്ടും അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സ്വമേധയാ എന്ത് ചെയ്യും? ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് നടത്തും. അവർക്ക് തോന്നിയിട്ടുള്ള ഇൻകം വെച്ചുകൊണ്ടുള്ള ഒരു അസസ്മെന്റ് നടത്തുകയും ആ എമൗണ്ട് അസസിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്യും. അതാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ. ആ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് കംപ്ലീറ്റ് ആവുന്ന ഡേറ്റ് വരെ എന്ന് പറഞ്ഞാൽ ഡ്യൂ ഡേറ്റ് മുതൽ എന്നാണോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആ ഇൻകത്തിന് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് നടത്തുന്നതെങ്കിൽ അതുവരെയുള്ള സമയത്തേക്ക് ഈ 1% ഒരു മാസത്തേക്ക് എന്ന രീതിയിൽ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. എമൗണ്ട് ഓഫ് ടാക്സ് പെനാൽറ്റി ഓർ അതർ സം ഫോർ വിച്ച് സച്ച് ഇൻട്രസ്റ്റ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് ഷാൾ ബി റൗണ്ടഡ് ഓഫ് ടു മൾട്ടിപ്പിൾ ഓഫ് ₹100 ആൻഡ് ഇഗ്നോർ എനി ഫ്രാക്ഷൻ ഓഫ് ₹100 എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഏത് എമൗണ്ടാണ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ടാക്സ് കൊടുക്കാനുള്ള എമൗണ്ടിന് മുകളിലാവും അല്ലേ, അല്ലെങ്കിൽ പെനാൽറ്റി കൊടുക്കാനുള്ള എമൗണ്ടിന് മുകളിലാവും. ഇങ്ങനെ ടാക്സോ പെനാൽറ്റിയോ വേറെ എന്തെങ്കിലും എമൗണ്ടോ അതിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഏത് എമൗണ്ടിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ ആ എമൗണ്ടിനെ 100 രൂപയുടെ മൾട്ടിപ്പിളിലേക്ക് റൗണ്ട് ചെയ്യണം. നമ്മൾ സാധാരണ ടോട്ടൽ ഇൻകം ടാക്സ് ഒക്കെ റൗണ്ട് ചെയ്യാറുള്ളത് ഏറ്റവും അടുത്ത 10 രൂപയിലേക്കാണ് അല്ലേ. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? 100 രൂപയുടെ മൾട്ടിപ്പിൾസിലേക്ക് റൗണ്ട് ചെയ്യണം. ഫ്രാക്ഷനായിട്ട് വരുന്ന എമൗണ്ടിനെ ഇഗ്നോർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എമൗണ്ട് വരുന്നത് ഒരു 55,300 രൂപ 55,350 രൂപയാണ്. 55,350 എന്ന് പറയുന്ന എമൗണ്ട് ആണ് ഒരാൾ ടാക്സ് കൊടുക്കാനുള്ള എമൗണ്ട്. അപ്പോൾ ആ ടാക്സിനാണ് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 55,350 എന്നുള്ളത് ആ 300ലേക്ക് റൗണ്ട് ചെയ്യുക, 55,300 എടുക്കുക. ബാക്കി 50 രൂപ എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഒഴിവാക്കുക. എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റൗണ്ടിങ് അല്ല എന്ന് ചുരുക്കാം. ഓക്കെ, അപ്പോൾ ആ 100 രൂപയുടെ മൾട്ടിപ്പിളിലേക്ക് റൗണ്ട് ചെയ്തിട്ട്
ബാക്കി ഫ്രാക്ഷൻ വരുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്തിട്ട് ഉള്ള എമൗണ്ട് എത്രയാണോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ 55,350 രൂപയാണെങ്കിൽ 55,350 രൂപ എന്നെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ 1% ഇൻട്രസ്റ്റ് വെച്ച് എത്ര കാലത്തേക്കാണ് അത് കമ്പ്യൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അതാണ് സെക്ഷൻ 234A പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 234F ആണ്. നമ്മൾ ഇവിടെ ഇതും കോൺസിക്വൻസസ് ഓഫ് ബിലറ്റ് റിട്ടേൺ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സെക്ഷനാണ് സെക്ഷൻ 234F എന്ന് പറയുന്നത് അല്ലേ. ഫീ ഫോർ ഡീഫോൾട്ട് ഇൻ ഫർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം. ഇൻകം ടാക്സ് റിട്ടേൺ ഡ്യൂ ഡേറ്റിൽ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ഡീഫോൾട്ട് വരുത്തുന്ന ഒരു അസസ്സിക്ക് ബാധകമായിട്ടുള്ള ഫീസാണ് 234F പറയുന്നത്. അതിൻ്റെ ഫീസിൻ്റെ നിരക്ക് എങ്ങനെയാണ്? ഇഫ് റിട്ടേൺ ഫയൽഡ് ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് ബട്ട് ബിഫോർ 31st December ഓഫ് അസസ്മെന്റ് ഇയർ, ഫീ ഓഫ് ₹5,000. ഒരു അസസ്സി റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ഡ്യൂ ഡേറ്റിനുള്ളിലല്ല, ഡ്യൂ ഡേറ്റിന് ശേഷമാണ്, എന്നാൽ ഡിസംബർ 31-നുള്ളിലാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ജൂലൈ 31st റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരാൾ ഒക്ടോബർ 30-നാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അപ്പോൾ ജൂലൈ 31st റിട്ടേൺ ഫയൽ ചെയ്യേണ്ടിരുന്ന ആളാണ്, പക്ഷെ അദ്ദേഹം ഒക്ടോബർ 30-നാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? 5,000 രൂപ അതിന് ഫീസ് കൊടുക്കണം. ₹5,000 ലേറ്റ് ഫീ അല്ലെങ്കിൽ ഡീഫോൾട്ട് ഫീ എന്ന രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് കൊടുക്കണം. ഇഫ് റിട്ടേൺ ഫയൽഡ് ആഫ്റ്റർ 31st December ഓഫ് അസസ്മെന്റ് ഇയർ, ഇനി 31st December ശേഷം റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അല്ലേ, ആ ഒരു 2020 ഡിസംബർ 31-ന് ശേഷമുള്ള ജനുവരിയിലോ മറ്റോ ഒക്കെയാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഫീസിന്റെ എമൗണ്ട് 10,000 രൂപയാണ്. ഫീ ഫോർ ഡീഫോൾട്ട് ₹10,000 ആയിരിക്കും. അതേസമയത്ത് ഇഫ് ടോട്ടൽ ഇൻകം ഓഫ് അസസി ഡസ് നോട്ട് എക്സീഡ് ₹5 lakh, ഇവിടെ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഫെയിൽ ആകുന്ന അസസിയുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷം രൂപയിൽ കൂടാത്ത എമൗണ്ട് ആണ്. 5 ലക്ഷം രൂപ വരെ ടോട്ടൽ ഇൻകം ഉള്ള ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ പരമാവധി ഫീസ് ₹1,000 വാങ്ങാൻ കഴിയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 5,000, 10,000 എന്ന് പറഞ്ഞ ലിമിറ്റ് അവർക്ക് ബാധകമല്ല. 5 ലക്ഷം രൂപ വരെ ടോട്ടൽ ഇൻകം ഉള്ളവർക്കാണെങ്കിൽ ഡീഫോൾട്ട് ഫീസ് ₹1,000 ആണ് മാക്സിമം ചാർജ് ചെയ്യാൻ കഴിയുകയുള്ളൂ. നെക്സ്റ്റ് റിവൈസ് റിട്ടേൺ ഓഫ് ഇൻകം ആണ്. ആസ് പെർ സെക്ഷൻ 139 സബ്സെക്ഷൻ 5. ഇവിടെ നമുക്കതിന് മീനിങ് വളരെ ക്ലിയർ ആണ്. റിവൈസ്ഡ് അല്ലേ, റിവൈസ് ചെയ്ത് റിട്ടേൺ ഫയൽ എന്നുള്ള മീനിങ് ആണുള്ളത്. ഓക്കെ, എന്താണ് നോക്കാം. ഇഫ് എ പേഴ്സൺ ഫർണിഷ്ഡ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 or in response to a notice under section 142 subsection 1 discovers any omission or wrong statement therein, he may furnish a revised return at any time before the end of relevant assessment year or before completion of assessment, whichever is earlier. Section 139 subsection 1 അനുസരിച്ചോ 142 subsection 1 പ്രകാരമുള്ള നോട്ടീസിനുള്ള റെസ്പോൺസ് ആയിട്ടോ ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നു. പക്ഷേ ആ റിട്ടേണിനകത്ത് എന്തെങ്കിലും ഒമിഷൻസ് ഉണ്ട്, എന്തെങ്കിലും വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഇൻകം അത് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും റോങ് സ്റ്റേറ്റ്മെന്റ് അതിന് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാം? ഇയാൾക്ക് മനസ്സിലാവും റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞു, ശേഷം ഇയാൾക്ക് തോന്നുകയാണ് അതിനകത്ത് ഒരു ഇൻകം വിട്ടുപോയിട്ടുണ്ട്, അതിന് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് അത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഇയാൾ തന്നെ അത് സ്വമേധയാ മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഹി മേ ഫർണിഷ് എ റിവൈസ്ഡ് റിട്ടേൺ അറ്റ് എനി ടൈം ബിഫോർ എൻഡ് ഓഫ് റിലവന്റ് അസസ്മെന്റ് ഇയർ ഓർ ബിഫോർ കംപ്ലീഷൻ ഓഫ് അസസ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഇദ്ദേഹത്തിന് ആ റിട്ടേൺ മാറ്റി റിവൈസ് റിട്ടേൺ പുതിയ റിട്ടേൺ ഫയൽ ചെയ്യാം. ഏത് സമയം വരെ ഫയൽ ചെയ്യാം? ഒന്നുകിൽ റിലവന്റ് അസസ്മെന്റ് ഇയറിന്റെ എൻഡിനുള്ളിൽ, 2021 മാർച്ച് 31-നുള്ളിൽ, അതല്ലെങ്കിൽ അസസ്മെന്റ് കംപ്ലീറ്റ് ഡേറ്റ് ഏതാണോ അതിനുള്ളിൽ. ഇതിൽ ഏത് ആദ്യം സംഭവിക്കുന്നോ ആ സമയത്തുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ കൊടുത്ത റിട്ടേൺ റിവൈസ് ചെയ്തുകൊണ്ട് വീണ്ടും റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. ഓക്കെ, a return can be revised any number of times without any fees and permission from any authority. എത്ര തവണ വേണമെങ്കിലും റിട്ടേൺ റിവൈസ് ചെയ്തുകൊണ്ട് ഫയൽ ചെയ്യാൻ പറ്റും. അതിന് യാതൊരു ഫീസും വേണ്ട, ഒരു പെർമിഷനും ആവശ്യമില്ല. റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് വല്ല മിസ്റ്റേക്സും വല്ല ഒമിഷനും വരികയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് അത് റിവൈസ് ചെയ്തുകൊണ്ട് എത്ര തവണ വേണമെങ്കിലും ഈ പറഞ്ഞ സമയത്തുള്ള റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഒറിജിനൽ റിട്ടേൺ സബ്മിറ്റഡ് സ്റ്റാൻഡ്സ് ക്യാൻസൽഡ് ബൈ ഫർണിഷിംഗ് റിവൈസ്ഡ് റിട്ടേൺ. റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നേരത്തെ ചെയ്ത ഫയൽ റിട്ടേൺ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യപ്പെടും. ഇപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നു, ശേഷം റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഫയൽ ചെയ്ത റിട്ടേൺ ഒറിജിനൽ റിട്ടേൺ എന്ത് ചെയ്യപ്പെടും? ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആക്കപ്പെടും. ഏറ്റവും അവസാനം ഫയൽ റിട്ടേൺ ഏതാണോ അതാണ് ആക്സെപ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. റിട്ടേൺ ഓഫ് ലോസ് ക്യാൻ ആൾസോ ബി റിവൈസ്ഡ്.
നമ്മൾ ഇൻകം റിട്ടേൺ കൊടുക്കുന്നത് പോലെ ലോസ് ഓഫ് റിട്ടേണും വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ലോസ് ഓഫ് റിട്ടേൺ കൊടുക്കുകയാണ്, അതിനകത്ത് വല്ല ഒമിഷനോ മിസ്റ്റേറ്റ്മെന്റോ വരികയാണെങ്കിൽ അതെന്ത് ചെയ്യാം, റിവൈസ് ചെയ്തുകൊണ്ട് വീണ്ടും ഇതേ പറഞ്ഞതുപോലെ തന്നെ കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 142 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് 1 കമ്പൽസറി റിട്ടേൺ ആണ്. കമ്പൽസറി റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? ഇഫ് എനി പേഴ്സൺ ഈസ് അസസിബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ഹിസ് ഇൻകം ഓർ ഇൻകം ഓഫ് എനി അതർ പേഴ്സൺ and he has not furnished return of income by due date under section 139 subsection 1, assessing officer may serve a notice on such a person requiring him to furnish return within time allowed in notice. അതിൽ പറഞ്ഞത് എന്താണ്? ഒരു അസസ്സി, അയാളുടെ സ്വന്തം ഇൻകത്തിനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇൻകത്തിനോ എന്ന് പറയുമ്പോൾ ഒരാൾ ഓർഡിനറി അസസ്സിയോ അല്ലെങ്കിൽ ഡീംഡ് അസസ്സിയോ ആണ്. ഓക്കെ, എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ഡ്യൂ ഡേറ്റിനുള്ളിൽ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 പ്രകാരം പറയുന്ന ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ, ആ ഡേറ്റിനുള്ളിൽ എന്ത് ചെയ്യുന്നില്ല, റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അസസിംഗ് ഓഫീസർ എന്ത് ചെയ്യും, അദ്ദേഹത്തോട് റിട്ടേൺ ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് അസസിംഗ് ഓഫീസർ ഈ പറയുന്ന വ്യക്തിക്ക് അയച്ചു കൊടുക്കും. ആ നോട്ടീസിനകത്ത് ടൈം പറയുന്നുണ്ടാവും, ആ ടൈമിനുള്ളിൽ എന്ത് ചെയ്യണം, നിർബന്ധമായും ഇവർ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. അതാണ് കമ്പൽസറി റിട്ടേൺ എന്ന് പറഞ്ഞത്. റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആള് റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നാൽ അസസിംഗ് ഓഫീസർ അയക്കുന്ന നോട്ടീസാണ് സെക്ഷൻ 142 സബ്സെക്ഷൻ 1 എന്ന് പറയുന്നത്. ആ നോട്ടീസിൽ പരാമർശിക്കപ്പെടുന്ന സമയത്തിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഈ പേഴ്സന്റെ ലയബിലിറ്റിയാണ്. സച്ച് എ പേഴ്സൺ ഈസ് ലയബിൾ ടു പേ ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234A ഫ്രം ഡ്യൂ ഡേറ്റ് ടു ഡേറ്റ് ഓഫ് ഫർണിഷൻ. അപ്പൊ ഇങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യേണ്ടി വരും, സെക്ഷൻ 234A പ്രകാരം ഡ്യൂ ഡേറ്റ് മുതൽ ഈ കമ്പൽസറി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് വരേക്കുള്ള സമയത്തേക്ക് 1% ഒരു മാസത്തേക്ക് എന്ന രീതിയിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിഫക്റ്റീവ് റിട്ടേൺ ഓഫ് ഇൻകം ആണ്. സെക്ഷൻ 139 സബ്സെക്ഷൻ 9. ഇവിടെ നമുക്ക് മീനിങ് വളരെ വ്യക്തമാണ്. ഡിഫക്റ്റീവ് അല്ലെ, റിട്ടേൺ അകത്ത് ഡിഫക്റ്റീവ് ഉണ്ടെന്നുള്ള മീനിങ് ആണുള്ളത്. ഓക്കെ, when assessing officer considers that return furnished by assessee is defective, he may intimate defects to assessee and give him an opportunity to rectify defects within 15 days from date of intimation. It may extend for 15 more days. ഒരു അസസ്സിംഗ് റിട്ടേൺ ഫയൽ ചെയ്യുന്നു, ആ റിട്ടേൺ ഡിഫക്റ്റീവ് ആണ്, അതിനകത്ത് എന്തൊക്കെയോ ഡിഫക്ട്സ് ഉണ്ട് എന്നുള്ളത് അസസ്സിംഗ് ഓഫീസർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യണം, ആ ഡിഫക്ട്സ് അസസ്സിക്ക് ഇന്റിമേറ്റ് ചെയ്യണം, അസസ്സിയെ അറിയിക്കണം. എന്നിട്ട് അസസ്സിക്ക് ആ ഡിഫക്ട്സ് റെക്ടിഫൈ ചെയ്യാൻ 15 ദിവസം വരെ സമയം കൊടുക്കണം. ഈ ഡേറ്റ് ഓഫ് ഇന്റിമേഷൻ മുതൽ 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ആ അസസ്സി ഈ അസസ്സിംഗ് ഓഫീസർ സൂചിപ്പിച്ചിട്ടുള്ള ഡിഫക്റ്റ് എന്താണോ അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. വേണമെങ്കിൽ 15 ഡേയ്സ് കൂടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനും അസസിംഗ് ഓഫീസർക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഇന്റിമേഷൻ ഡേറ്റ് എന്നാണോ ഇന്റിമേഷൻ കൊടുക്കുന്നതെങ്കിൽ ആ ഡേറ്റ് കഴിഞ്ഞ് 15 ഡേയ്സിനുള്ളിലാണ് ഈ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യേണ്ടത്. വേണമെങ്കിൽ ഒരു 15 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനും അസസിംഗ് ഓഫീസർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഈ ഡിഫക്റ്റ് ഈസ് നോട്ട് റെക്ടിഫൈഡ് വിത്തിൻ ദി എബോവ് പീരീഡ്, റിട്ടേൺ ഷാൾ ബി ഡീംഡ് ആസ് ഇൻവാലിഡ് ആൻഡ് ട്രീറ്റഡ് ആസ് അസസി ഹാഡ് ഫെയിൽഡ് ടു ഫർണിഷ് റിട്ടേൺ. ഇനി ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ഇപ്പോൾ 15 ഡേയ്സിനുള്ളിലോ അല്ല എക്സ്റ്റൻഷൻ മൊത്തം ഡേറ്റിനുള്ളിലോ ഈ അസസി റിട്ടേൺ റെക്ടിഫൈ ചെയ്യുന്നില്ലെങ്കിൽ, ആ ഡിഫക്ട്സ് അസസി റെക്ടിഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു റിട്ടേൺ കൊടുത്തിട്ട് നേരത്തെ അല്ലേ, ആ റിട്ടേൺ എന്താവും, അതിനെ ഇൻവാലിഡായി കണക്കാക്കുകയും റിട്ടേൺ തീരെ കൊടുത്തിട്ടില്ല എന്ന രീതിയിൽ റിട്ടേൺ തീരെ ഫയൽ ചെയ്തിരുന്നുള്ള എന്തെല്ലാം കോൺസിക്വൻസ് ഉണ്ടോ ആ കോൺസിക്വൻസ് ഒക്കെ ആര് സഫർ ചെയ്യേണ്ടി വരും, അസസി സഫർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ലെറ്ററിനകത്ത് ഇന്റിമേറ്റ് ചെയ്യുന്ന ഡേറ്റിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യണം, റെക്ടിഫൈ ചെയ്യണം, ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യണം എന്നുള്ളതാണ്. റെക്ടിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹം നേരത്തെ കൊടുത്ത റിട്ടേണിനെ ഇൻവാലിഡായി കണക്കാക്കുകയും തീരെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള പ്രൊസീഡിങ്സിന് അസസി വിധേയനാവേണ്ടി വരികയും ചെയ്യുമെന്നുള്ളതാണ്. However, if assessee rectifies defects after expiry of aforesaid period but before assessment is made, assessing officer may condone the delay and treat return as valid. അതേ സമയത്ത് ഈ എക്സ്പയറി ഡേറ്റിന് ശേഷം അസസി റെക്ടിഫൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് കൊടുത്തു,
ആ ഡേറ്റിനുള്ളിൽ റെക്ടിഫൈ ചെയ്യുന്നില്ല, പക്ഷെ ആ ഡേറ്റിന് ശേഷം റെക്ടിഫൈ ചെയ്യുന്നു. എന്നാൽ അസസ്മെന്റിന് മുമ്പാണ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അസസ്മെന്റ് പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് പക്ഷേ ഇദ്ദേഹം ഈ റെക്ടിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് എങ്കിൽ വേണമെങ്കിൽ അസസിംഗ് ഓഫീസർക്ക് എന്ത് ചെയ്യാം, അത് കണ്ടോൺ ചെയ്യാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഡിലേ വന്നതിനെ മാപ്പാക്കിയിട്ട് റിട്ടേണിന് വാലിഡ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാനുള്ള ഡിസ്ക്രിപ്ഷനും അസസിംഗ് ഓഫീസർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സെക്ഷൻ 139 സബ്സെക്ഷൻ 9 അകത്ത് പറയുന്ന ഡിഫക്റ്റീവ് റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അസസിയുടെ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗുമായി ബന്ധപ്പെട്ടുള്ളത്. പല ക്ലാസിഫിക്കേഷൻ ഓഫ് റിട്ടേൺ നമ്മൾ ഇതിനകത്ത് കണ്ടു. ഓക്കെ, താങ്ക് യു.